നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് കർത്താവിൽ ആശിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ബലപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം, നിരാശപ്പെടരുത്. ഏത് വിഷയത്തിനും പരിഹാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നന്നായിരിക്കണം. അതിനാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. 19-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം അതിസുന്ദരമായിരിക്കും. ഒന്ന് നോക്കിയേ. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. ഇത് എന്തിൻ്റെ കാര്യമായി പറയുന്നേ? ഞാനൊന്ന് ഇംഗ്ലീഷ് വായിക്കട്ടെ. The sun is like a groom leaving the room of his wedding night. ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിൽ പങ്കെടുത്തു, നാളെയും പങ്കെടുക്കും. അപ്പൊ നമുക്ക് ഈ കല്യാണത്തിൻ്റെ ആ സന്തോഷം, അവിടെ എല്ലാവരും നല്ലതായിട്ട് ഡ്രസ് ചെയ്തവർ, അവിടെ എല്ലാവരും ചിരിച്ച മുഖത്തോടെയാണ് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും വെട്ടിത്തിളങ്ങുന്ന രണ്ടുപേരുണ്ട്, മണവാളനും മണവാട്ടിയും. ഈ മണവാളനെ ഒരുക്കാൻ കൂട്ടുകാരെല്ലാം കൂടെ പ്രത്യേക മുറിയിൽ വന്നിരിക്കും. ഇപ്പൊ പിന്നെ ബ്യൂട്ടീഷ്യൻസാ ചെയ്യുന്നത്, പണ്ട് കൂട്ടുകാരാ ചെയ്യുന്നത്. ഒരാൾ ഷർട്ട് തേക്കുന്നു, ഒരാൾ പാൻറ് തേക്കുന്നു, ഒരാൾ മുണ്ട് തേക്കുന്നു, ഒരാൾ ഇവൻ്റെ മുടിയൊക്കെ ഭംഗിയാക്കുന്നു, വേറൊരാൾ ഇവനെ ഷേവ് ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ രസമായതൊരു തമാശയാണ്. ഇപ്പം അവിടെ നിന്നൊക്കെ പോയിട്ട് മുഖത്തൊക്കെ കളറൊക്കെ അടിച്ച്, എൻ്റെ മുഖമൊക്കെ ആണെങ്കിൽ ഒരു വശത്തൊരു മറുകുണ്ട്, അതൊക്കെ അവർ കളർ ചെയ്ത് മാറ്റിത്തരും, നല്ല കുട്ടപ്പനാക്കി തരും. അങ്ങനെ അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒഴിഞ്ഞു മാറി. കാരണം ദൈവികമായതല്ലേ നിലനിൽക്കത്തുള്ളൂ, പെയിൻ്റൊന്നും നിൽക്കത്തില്ലല്ലോ മനുഷ്യൻ്റെ ശരീരത്തിൽ. അതൊക്കെ നമ്മൾ ഈ വല്ല അലൂമിനിയത്തിനോ ഇരുമ്പിനോ ഒക്കെ അടിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തു. ഞാൻ ഇതിനെ കുറ്റം പറയല്ല കേട്ടോ. കല്യാണത്തിന് നന്നായിട്ട് ഒരുങ്ങണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ ഓവറാക്കരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈബിൾ അതിനെ കണ്ടു അല്ലേ? മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. എന്തിന്? കല്യാണത്തിന് വേണ്ടി. The son is like a groom leaving the room of his wedding night. ആ കല്യാണ രാത്രിക്ക് വേണ്ടി മാസങ്ങളായിട്ട് വാങ്ങിവെച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും പുഷ്പങ്ങളും സുഗന്ധദ്രവ്യങ്ങളുമെല്ലാം ചേർത്തൊരുക്കി അവൻ്റെ ഉറ്റ സുഹൃത്തുക്കളോടൊപ്പം കല്യാണപ്പന്തലിലേക്ക് ഇറങ്ങി വരുന്ന മണവാളനെ പോലെ ആരാ? സൂര്യൻ. പുതിയ സൂര്യൻ്റെ സൗന്ദര്യം കണ്ടിട്ടുണ്ടോ? എന്താ ഒരു വരവ്! പിള്ളേരുടെ ഭാഷ പറഞ്ഞല്ലോ, ഒരു ഒന്നൊന്നര വരവാണ്. പക്ഷെ ആര് കാണുന്നത്? എല്ലാവരും കിടന്ന് ഉറങ്ങുമല്ലേ. വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് ഇച്ചിരി ഉയർന്ന സ്ഥലത്തിരുന്ന് നോക്കിയാൽ കാണാം. എന്താ ഒരു വരവ്! ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ആ കാഴ്ച. നമ്മുടെ മനസ്സിന് ഭയങ്കര കുളിർമയാണ് അത് സമയം. അപ്പൊ അതുകൊണ്ട് എന്താ പറഞ്ഞു വരുന്നത്? സൂര്യൻ ഒരു മണവാളനാണ് എന്ന ആശയം ഈ സങ്കീർത്തനം നമ്മൾക്ക് തരികയാണ്. ഈ ആശയത്തെ ഞാൻ ആത്മീയത്തിലോട്ടൊന്ന് മാറ്റിക്കോട്ടെ. നീതിസൂര്യനായി നീ വരുന്നാളിൽ എന്നൊരു പാട്ടുണ്ട്. കർത്താവ് വരുന്നതാ. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളനെ. അപ്പോൾ കറയും ചുളുക്കവും വാട്ടവും മാലിന്യവുമില്ലാത്ത മണവാട്ടി
അതിനേക്കാൾ ക്ഷേമമായി ഒരുങ്ങി നിൽക്കുക. നിങ്ങളിപ്പോൾ ഈ ലോകത്തെ കല്യാണമൊക്കെ ശ്രദ്ധിച്ചേ, മണവാളനാണോ മണവാട്ടിയാണോ കൂടുതൽ ഒരുങ്ങിയിരിക്കുന്നത്? ഒരു സംശയം വേണ്ട, മണവാട്ടി ഒരുങ്ങിയിരിക്കുന്നത്. സഭ എത്ര ഒരുങ്ങണം അല്ലേ? ഓ, ഇത് പറയുമ്പോൾ എനിക്ക് നിങ്ങളെ ആത്മീയത്തിലേക്കൊന്ന് കൊണ്ടുപോകാൻ ആഗ്രഹം. മണവാളനായ ക്രിസ്തു വെളിപ്പെടാറായി. മണവാട്ടിയാം സഭയെ ഒരുങ്ങുക. ഹല്ലേലൂയ. മണവാളൻ ക്രിസ്തുതൻ പരിവാര സമന്വിതം പരിലസിച്ചിടും മധ്യേ. ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം. ആമേൻ.